തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര എയർബേയിലാണ് വിമാനം. വിമാനത്തിലേക്ക് ഇന്ധനം നിറയ്ക്കുകയാണിപ്പോൾ. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള സാഹചര്യം നേരത്തെ വിശദീകരിക്കപ്പെട്ടതാണ്. അതിന് ശേഷം പിന്നെ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ അനുമതി ലഭിച്ച ശേഷമേ പിന്നീട് ഇന്ധനം നിറച്ച് തിരികെ പറക്കാൻ കഴിയൂ എന്നതായിരുന്നു നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഈ തിരിച്ചു പറക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ജിക്കെ, നമ്മുടെ ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആഭ്യന്തര എയർബേയിൽ ഉണ്ടായിരുന്ന ഈ വിമാനത്തിൻ്റെ യുദ്ധവിമാനത്തിലേക്ക് ഇന്ധനം നിറയ്ക്കുകയാണ് ഇപ്പോൾ. ഏകദേശം 19 കിലോഗ്രാം ഭാരം വരുന്ന ഏവിയേഷൻ സ്പിരിറ്റ്, അതായത് സാധാരണ കെറോസിനാണ്, പക്ഷേ അത് മറ്റു രീതിയിൽ ഈ ഏവിയേഷൻ സ്പിരിറ്റ് ആയി മാറ്റിയ സ്പിരിറ്റാണ് നിലവിൽ നിറയ്ക്കുന്നത്. അതിന് ഏകദേശം ഇനിയും 1-2 മണിക്കൂർ സമയം കൂടി വേണം. മറ്റ് പരിശോധനകൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേവിയും പ്രതിരോധ വകുപ്പും ഈ വിമാനത്തിന് മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നതുകൂടി വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വിമാനം, അതായത് ഈ വിമാനവാഹിനിയിലാണ്, യുദ്ധ കപ്പലിൽ തന്നെയാണ് 100 നോട്ടിക്കൽ മൈൽ അകലെ, 12 നോട്ടിക്കൽ വരെയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അധികാര പരിധി. അതിനപ്പുറം 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ യുദ്ധവിമാനം യുദ്ധക്കപ്പലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തത്. പക്ഷേ തിരിച്ച് അതിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിലായിരുന്നു ഈ വിമാനത്തിൽ തിരിച്ചിറങ്ങാൻ കഴിയാതെ വന്നത്. ഇത് വലിയ കാര്യക്ഷമതയുള്ള വിമാനമാണ്. F-35, അത് അമേരിക്കൻ നിർമ്മിത 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ്. 19,000 കിലോഗ്രാമോളം തന്നെ ഏവിയേഷൻ സ്പിരിറ്റ് വേണം. ഇത് റഡാറുകളിൽ ഈ വിമാനം കാണാൻ സാധിക്കുകയില്ല എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഈ വിമാനം തന്നെ, യുദ്ധവിമാനം, അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ തുടങ്ങിയ 3 രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന വിവരം കൂടി ഉണ്ട്. ഇത് പരിശീലന പറക്കലിന് വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് ഈ രീതിയിൽ തിരികെ ഇറങ്ങാൻ കഴിയാതെ വന്ന ഇന്ധനം തീരാറാകുന്ന ഘട്ടത്തിൽ അത് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തെ, ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചതും, ഒപ്പം തന്നെ ഈ രീതിയിൽ ബ്രിട്ടനും ഇന്ത്യയുമായിട്ടുള്ള നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ടാണ് ഒരു വിമാനത്താവളത്തിലെ ഏറ്റവും അടുത്ത വിമാനത്താവളം ആയിട്ടുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഈ യുദ്ധവിമാനം ഇറക്കാനുള്ള അനുമതി കൂടി നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെ വിമാനത്താവളങ്ങളിലേക്ക് യുദ്ധവിമാനം ഇറക്കാറുള്ള പതിവ് ഇല്ല. പക്ഷേ അസാധാരണമായ സാഹചര്യത്തിൽ ബ്രിട്ടൻ്റെ ഈ ഒരു അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നമ്മുടെ വിമാനത്താവളത്തിലേക്ക് ഈ വിമാനം അടുപ്പിക്കാനുള്ള അനുമതി കൂടി നൽകിയിട്ടുള്ളത്. ഇനി ഈ ഇന്ധനം നിറച്ച ശേഷം മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടെ നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയുള്ളൂ. ഇനി നിലവിൽ ലാൻഡിംഗ് നടത്തിയ സമയത്ത് വലിയ സുരക്ഷ, അതായത് ടെക്നിക്കൽ മേഖലയ്ക്ക് സമീപമുള്ള വളരെ തന്ത്രപ്രധാന മേഖല, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിയാൽ അവരുടെ ഫ്ലൈറ്റുകൾ അടുപ്പിക്കുന്ന അതേ മേഖലയിൽ തന്നെ ഈ വിമാനവും അടുപ്പിച്ചു അവിടെ എത്തിച്ച ശേഷമാണ് മറ്റു പരിശോധന നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇതിന് നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ പറന്നുയരാനുള്ള ക്ഷമതയുള്ള വിമാനമാണ്, യുദ്ധവിമാനമാണ്. അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഈ യുദ്ധവിമാനം F-35 പറന്നുയർന്ന് തിരികെ യുദ്ധക്കപ്പലിലേക്ക് പോകുമെന്ന വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. GK. മനീഷ്, ഇത് 5ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക യുദ്ധവിമാനമാണ് F-35. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കൈവശമുള്ള യുദ്ധവിമാനമാണ്. റഡാറിന്റെ കണ്ണുകളിൽ പതിയാതെ പറക്കാൻ കഴിയുന്നു എന്നതും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളുണ്ട് എന്നതും ഈ വിമാനത്തെ മാറ്റി നിർത്തുന്നുണ്ട്. 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ്. ഈ F-35ന്റെ ലാൻഡിംഗ് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും അഭ്യൂഹങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് ഇവിടെ ഇറങ്ങാൻ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഉണ്ടായി കാണില്ല എന്ന് കരുതാം. പക്ഷേ ഇതിന്റെ തിരിച്ചുള്ള ടേക്ക് ഓഫ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു കൃത്യമായ ചിത്രം ലഭിച്ചിട്ടുണ്ടോ മനീഷ്? എപ്പോഴാണ് ഇതിന്റെ ടേക്ക് ഓഫ് ഉണ്ടാവുക? അതിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ ഇനി?
ജി കെ, ലാൻഡിംഗ് സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇന്നലെ രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് എയർബേയിലേക്ക് ഈ യുദ്ധവിമാനം ഇറക്കിയത്. ടെക്നിക്കൽ മേഖലയ്ക്ക് സമീപമുള്ള തന്ത്രപ്രധാന മേഖല. ഇനി ഇതിൻ്റെ ടേക്ക് ഓഫ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. നിലവിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ധനം നിറയ്ക്കാൻ അരമണിക്കൂർ 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ സമയം മാത്രം മതി. 19 കിലോഗ്രാം ഏവിയേഷൻ സ്പിരിറ്റ് മതി. പക്ഷേ അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിമാനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങൾ കൂടി പരിശോധിച്ച് ഈ വിമാനത്തിൻ്റെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കാം ഇനി ഇതിൻ്റെ ടേക്ക് ഓഫ് ഉണ്ടാവുക. ഗോപികൃഷ്ണൻ ജി കെ ചോദിച്ചതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന 100 നോട്ടിക്കൽ മൈൽ അകലെ ആയതുകൊണ്ട് തന്നെ അത് രാജ്യത്തിൻ്റെ അധികാര പരിധിയല്ല. രാജ്യാന്തര കപ്പലുകൾക്ക് യഥേഷ്ടം പോകാനുള്ള അനുമതി, നിയന്ത്രിതമായ അനുമതിയുള്ള മേഖലയാണത്. അവിടെ പരിശീലന പറക്കലിനെത്തുമ്പോൾ സാധാരണ അതിനോട് അടുത്തുള്ള രാജ്യങ്ങൾക്ക് ഇതുമായി സംബന്ധിച്ച് വ്യോമയാന മന്ത്രാലയങ്ങൾക്കോ പ്രതിരോധ മന്ത്രാലയങ്ങൾക്കോ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം, തിരിച്ചിറങ്ങാനുള്ള പ്രതിസന്ധി ഉണ്ടെന്നുള്ള കാര്യം പ്രതിരോധ വകുപ്പ് മന്ത്രാലയത്തെ അറിയിക്കുകയും അടിയന്തര സാഹചര്യത്തിൽ ഇങ്ങനെ ഇറക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ മേഖലയിലെ പരിചയസമ്പന്നർ പറയുന്നുണ്ട്. ഇങ്ങനെ റിസ്ക് ഫാക്ടർ ഉള്ള ഘട്ടത്തിൽ, ഇന്ധനം തീരാറാകുന്ന ഘട്ടത്തിൽ, ഇങ്ങനെ ഈ കപ്പലിലേക്ക് ഇറങ്ങാൻ റിസ്ക് ഉള്ള ഘട്ടത്തിൽ പക്ഷേ പല രാജ്യങ്ങളും അവരുടെ എയർപോർട്ടിലേക്ക് ഇറങ്ങാനുള്ള അനുമതി നിഷേധിക്കും. പക്ഷേ ഇവിടെ ക്ലിയറൻസ് കൊടുത്തു. അപ്പോഴൊക്കെ തന്നെ ഈ ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള ഘട്ടങ്ങളിൽ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടായിരിക്കും കപ്പലിലേക്ക് അല്ലെങ്കിൽ ഈ കപ്പൽ വാഹിനിയിലേക്ക് വിമാനം വന്നിറങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ ലാൻഡിംഗ് നടത്തുക. പക്ഷേ ഇവിടെ രാജ്യം സൗഹൃദ രാഷ്ട്രം നിലയിൽ നയതന്ത്ര ബന്ധം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെയുള്ള ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രി 9:30 തന്നെ ഇതിൻ്റെ ലാൻഡിംഗ് നടന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഏതായാലും അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിൽപ്പെട്ട 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് F-35. അതാണ് ഇവിടെ അടിയന്തര ലാൻഡിംഗിൽ എത്തിയത്. അതിനിപ്പോൾ ടേക്ക് ഓഫിനുള്ള സമയമാകുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുകയാണ്.